ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പറയുമ്പോൾ ഈ ഫുട്ബോൾ 2027 ഡീറ്റെയിൽസ് ഈ ഫുട്ബോൾ കണക്റ്റിലൂടെ ഇപ്പോൾ കൊനാമി റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോയി സാധനം കാണിച്ചുതരാം. ഞാൻ രാവിലെ തന്നെ എടുത്തൊക്കെയാണ്, കാരണം വൈകുന്നേരം മെയിൻ്റെനൻസ് ആവുമല്ലോ. അപ്പം അതിൻ്റെ മുമ്പ് കാണിച്ചുതരാം. നമുക്ക് ഇന്നത്തെ ഫ്രീ സ്പിന്നിൽ കിട്ടിയ ഒരു പ്ലെയറാണ് ഒസീൻ. അപ്പോൾ ലാസ്റ്റത്തെ റിവാർഡ് പോലെ കൊനാമി ഫ്രീ സ്പിന്നിൽ ഒസീനെ തന്നിട്ടുണ്ട്. കുറച്ച് മാച്ച് കളിപ്പിച്ചു. ഈസ് ഓക്കെ ഒരു ഒലിവർക്കാൻ തന്നെ, പക്ഷേ 2 പ്രീമിയം സ്കിൽസ് ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഫ്രീ ആയിട്ട് തന്നാണല്ലോ, പൈസ കൊടുക്കാത്തതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. നല്ലൊരു കാര്യം, ലാസ്റ്റ് റിവാർഡായിട്ട് തന്നെയാണ് കൊനാമി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫുട്ബോൾ കണക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കട്ടോ. ഒരു 17 മിനിറ്റ് ആയിരുന്നു ഈ ഫുട്ബോൾ കണക്റ്റ് ഇവൻ്റ് ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ടൈറ്റിൽ സ്ക്രീൻ വരുന്നത്. ഈ കറക്റ്റ് ഇടുമ്പോൾ ബൂമറിൻ്റെ ബബിൾക്കൊക്കെ അല്ല ഓണം തോന്നുന്നു, ബൂമറിൻ്റെ നീല ബബിൾക്കും റോസ് ബബിൾക്കൊക്കെ അതുപോലെ ഉണ്ട് കണ്ടിട്ട് ടൈറ്റിൽ സ്ക്രീൻ. ഇതാണ് ഫുൾ തീമായിട്ട് വരുന്നത്. എന്താ പ്ലേ ടുഗദർ അങ്ങനെ എന്തോ ആണ് ഇതിൽ ടൈറ്റിൽ വരുന്നത് കേട്ടോ, ടാഗ് ലൈൻ. അപ്പോൾ അതാണ് ടൈറ്റിൽ സ്ക്രീൻ വരുന്നത്. ഈ കളറാണ്, ഈ കോമ്പിനേഷനാണ് നമ്മൾ ഈ കൊല്ലം വരാൻ പോകുന്ന വെർഷനിൽ അനുഭവിക്കാൻ പോകുന്ന സാധനങ്ങൾ. 3 കാറ്റഗറി ആയിട്ടാണ് ഇതിൽ ഡീറ്റെയിൽസിൽ പുറത്തിട്ടുള്ളത് 6 പോയിൻ്റ് അപ്ഡേറ്റിൻ്റെ. അപ്പോൾ ആദ്യത്തെ വരുന്ന ന്യൂ ഫീച്ചേഴ്സാണ്. അപ്പോൾ അതിൽ നമുക്ക് ടൂർണമെൻറ്റ് മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 8 പേർക്ക് അറ്റ് എ ടൈം ഒരു ടൂർണമെൻറ്റ് ഉണ്ടാക്കാം. അതൊരു ഓണറാണ് ഉണ്ടാക്കുക. ഓണറിനാണ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുക. ഇത് റെഗുലേഷൻസ് ആയിട്ട് കണ്ടീഷൻസ് ഒക്കെ ഓണറിനാണ് സെറ്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടാവുമല്ലോ, നാഷണാലിറ്റി വേണോ അല്ലെങ്കിൽ ക്ലബ് ടീം ഏത് വേണം, അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ വേണം വെക്കാൻ പറ്റും. പിന്നെ ടൂർ ഇവൻറ്റ് ഇതിൻ്റെ കൂടെ തന്നെ കളിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മാച്ചിൻ്റെ ടൈം ആകുമ്പോൾ ടൂർണമെൻറ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ടൂർ ഇവൻറ്റ്സ് ഒക്കെ കളിക്കാൻ പറ്റുന്നതായിരിക്കും സൈമിൾട്ടേനിയസ്ലി. നെക്സ്റ്റ് വരുന്ന ഫീച്ചറാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര കിടിലൻ ഒരു ഫീച്ചറാണ് ഓണർ സ്പെക്ടേറ്റിംഗ്. അതായത് നമുക്ക് ടൂർണമെൻറ്റിനുള്ളിലുള്ള മാച്ചസ് ഓണറിന് സ്പെക്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതെവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് വെച്ചാൽ കോമ്പറ്റേറ്റീവ് ഫീൽഡിലും അതുപോലെ ലാൻ ഇവൻറ്റും അങ്ങനത്തെ മെയിൻ ഇവൻറ്റ്സൊക്കെ ഇല്ല, ഇതിലൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ സ്പെക്ടേറ്റിംഗ് ഒരു ഫീച്ചർ അറിയുമ്പോൾ നല്ലൊരു കാര്യമാണ്. നല്ല അടിപൊളി ഫീച്ചറാണ്. ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചൊരു ഫീച്ചറായിരുന്നു, ലാസ്റ്റ് കൊനാമി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് ആണ് ഫ്ലൂയിഡ് ഫോർമേഷൻ എന്ന് പറഞ്ഞത്. ഫ്ലൂയിഡ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റാക്കും ഡിഫെൻസും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്യാം. മുന്നേ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫോർമേഷനാണ് സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ നമുക്ക് അറ്റാക്കിന് സ്പെസിഫിക് ആയിട്ടും ഡിഫെൻസിന് സ്പെസിഫിക് ആയിട്ടും ഡിഫറെൻറ്റ് ഫോർമേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അറ്റാക്കിങ്ങാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പ്ലെയർ മൂവ്മെൻറ്റ് ബിൽഡപ്പ് രീതിക്കായി പോവുക. ഡിഫൻസ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ബാക്ക് ബ്ലോക്ക് എന്ന നിലക്ക് ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യും. ഫ്ലൂയിഡ് ഫോർമേഷൻ കാരണം നമുക്ക് ഓട്ടോ പിക്കപ്പിലും ചെറിയ 2 വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഡിഫൻസ് ഫോർമേഷനും അറ്റാക്ക് ഫോർമേഷനും സെപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ ഓട്ടോ പിക്ക് ചെയ്യുമ്പോൾ രണ്ടിലും ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേയേഴ്സ് ഫില്ലാവും. നമ്മുടെ പ്ലേയേഴ്സ് ഏതാണെന്ന് വെച്ചാൽ ഇനി പ്രയോറിറ്റൈസ് ബേസ് ടീം എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് സാധാരണ ഓട്ടോ പിക്ക് എങ്ങനെ അടിക്കുമ്പോഴും റിസർവുള്ള പ്ലേയേഴ്സ് അല്ലെങ്കിൽ അവർക്ക് തോന്നിയ റാൻഡം പ്ലേയേഴ്സിനെ എടുത്ത് കൊണ്ടുവരാണ് വെക്കാറ്. പക്ഷേ നമ്മുടെ സ്റ്റാർട്ടിങ് 11 അല്ലെങ്കിൽ 23 പ്ലേയേഴ്സുള്ള സ്കോഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ തന്നെ എന്ത് ചെയ്യും, പ്ലേയേഴ്സിനെ റാൻഡമായിട്ട് പിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള 23 പ്ലേയേഴ്സിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഈ ഒരു ഓട്ടോ പിക്കപ്പ് നടക്കുക. പ്രയോറിറ്റൈസ് ബേസ് ടീം എന്ന് പറഞ്ഞ് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ വന്നത് വലിയൊരു മാറ്റമാണ്. ഇപ്പോൾ കുറച്ച് ന്യൂ പ്ലേ സ്റ്റൈൽസ് ഡിഫൻസിൻ്റെ സമയത്ത് എനേബിൾ ആവുന്നുണ്ട്. ഡിഫൻസ് സ്പെസിഫിക് ആയിട്ട് കൊണ്ടുവന്ന കുറച്ച് പ്ലേ സ്റ്റൈൽസാണ് അത്. ഇപ്പം മൾട്ടിപ്പിൾ പ്ലേയിങ് സ്റ്റൈലാണ് ഒരു പ്ലെയറിന് വരിക. ഇനി മുതൽ അങ്ങോട്ട് ഡിഫൻസ് ചെയ്യുമ്പോഴും അറ്റാക്ക് ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് പ്ലേയിങ് സ്റ്റൈലായിരിക്കും ഓരോ പ്ലേയേഴ്സിനും ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗോൾ പോച്ചർ എടുക്കുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ ഗോൾ പോച്ചർ അങ്ങനെ കളിക്കുന്ന ആ രീതിക്ക് തന്നെ കളിക്കും, പ്ലേയിങ് സ്റ്റൈൽ അത് തന്നെ ആയിരിക്കും. പക്ഷേ ആ ഒരു വൺസ് നമ്മൾ കൈമെന്ന ബോൾ ലോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ലൈൻ പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേയിങ് സ്റ്റൈൽ ആ ഒരു പ്ലെയറിനുണ്ടാവും. അപ്പോൾ ആ ബോൾ പ്രസ് ചെയ്തെടുക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ വഴി ആ ഒരു പ്ലെയറിന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ 2 പ്ലേയിങ് സ്റ്റൈൽ ഒരു പ്ലെയറിന് തന്നെ അറ്റാക്കിൻ്റെ സമയത്തും ഡിഫൻസിൻ്റെ സമയത്തും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൊനാമി. അപ്പോൾ കുറച്ച് പുതിയ പ്ലേയിങ് സ്റ്റൈൽ ഇതുപോലത്തെ എന്ത് ചെയ്യും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇത് ആകെ ഒരു പ്ലേയിങ് സ്റ്റൈൽ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ, ഫ്രണ്ട് ലൈൻ പ്രഷർ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ AMFന് വേറെ ആയിരിക്കും, CMFും DMF അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് പൊസിഷൻസുള്ള പ്ലേയേഴ്സ് ഉണ്ടാവുമല്ലോ. ഇവർക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ എന്തുണ്ടാവും പ്ലേയിങ് സ്റ്റൈൽസ് ഉണ്ടാവും. അപ്പോൾ നേരത്തെ അവർ റിവീലാക്കിയപ്പോൾ തന്നെ ഡബിൾ ലിങ്ക് മാനേജേഴ്സ് അവൈലബിൾ ആകാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോപ്പിക്ക് അടിക്കുമല്ലോ ലിങ്ക് പ്ലേസ് അനുസരിച്ച്. അപ്പോൾ അവർ തന്നെ പ്രയോറിറ്റൈസ് ബേസ് ടീമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പ്ലേയേഴ്സും സർട്ടൻ പൊസിഷൻസൊക്കെ കണ്ടീഷൻസ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് ഇവർ തന്നെ ഓട്ടോപ്പിക്ക് ചെയ്തു തരും. എനിക്കൊന്ന് അറ്റ് എ ടൈം 2 ലിങ്ക് ഇപ്പം എനേബിൾ ആവുന്നുണ്ട്. നോക്കിയപ്പം 3 പ്ലേയേഴ്സ് ഒരുമിച്ച് ലിങ്ക് ആവുന്നതൊക്കെ കണ്ടു. അതെങ്ങനെ ഗെയിം വന്നിട്ട് നോക്കട്ടോ, കറക്റ്റ് അറിയില്ല.
എന്തായാലും നോക്കാം. പിന്നെ വന്ന സാധനമാണ് നല്ലൊരു അപ്ഡേറ്റാണ് പൊസിഷൻ ടോക്കൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ മുന്നേ പൊസിഷൻ ടോക്കൻസ് വെച്ച് ട്രെയിൻ ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ CF ഉള്ള പ്ലെയർ പിന്നെ CF തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു പൊസിഷൻ ടോക്കൺ അവിടെ വേസ്റ്റാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഓൾറെഡി രജിസ്റ്റേർഡ്, അതായത് കട്ട പച്ച കത്തിക്കുന്ന പൊസിഷൻസ് ഉണ്ടല്ലോ, അവർക്ക് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ള അത് വെച്ചിട്ടുള്ള ബാക്കി പൊസിഷൻസ് നമുക്ക് എന്ത് ചെയ്യും പൊസിഷൻ ടോക്കൺ കൊടുക്കുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ പൊസിഷൻ ടോക്കൺ വെറുതെ വേസ്റ്റ് ആവുന്ന കാര്യം ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എന്ത് ചെയ്യും കുറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പറയാനുള്ളത് ഡെയിലി ഗെയിം അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ഡെയിലി ഗെയിം സാധാരണ നമ്മൾ പെനാൽറ്റി ആണ് അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയ പേരാണ് ഡെയിലി സൂപ്പർ പ്ലേ. ഇത് സർട്ടൻ കുറച്ച് ടാസ്ക് തരും. എൻ്റെ ഒരു അറിവിൽ പ്രസ് അറ്റ് ദ റൈറ്റ് ടൈം എന്നൊക്കെ കാണുന്നുണ്ടല്ലോ, അത് കൺസോളിൻ്റെ കൺട്രോളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ഒരു ബട്ടൺ തരും, അത് കറക്റ്റ് ടൈമിങ്ങിന് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആവും. അതുവഴി നമുക്ക് റിവാർഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഡൈനാമിക് വോളി എന്ന സംഭവമുണ്ട്. ബൈസിക്കിൾ അടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വളരെ റാൻഡായിട്ടാണ് നമുക്ക് അത് പെർഫോം ചെയ്യാറ്. ചിലപ്പോൾ മിഡ് എയർ ബോൾ കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഹെഡ് കുത്തോ അല്ലെങ്കിൽ ഒരു ബൈസിക്കിൾ അടിക്കും, അങ്ങനെയാണ്. പക്ഷേ എന്തായാലും ബൈസിക്കിളോ അല്ലെങ്കിൽ വോളിയോ അങ്ങനെ അക്രോബറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അടിക്കാൻ നമുക്ക് ഒരു കമാൻഡ് ഉണ്ട്. സ്റ്റണ്ണിങ് ഷോട്ട് അടിച്ചാൽ മതി മിഡ് എയറിൽ ബോൾ ഉള്ളപ്പോൾ. ഈ രീതിക്ക് ഡൈനാമിക് വോളി എന്ന പേര് കൊണ്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ മുന്നേ നമുക്ക് വേറൊരു അപ്ഡേറ്റും ഉണ്ട്. ലോഫ്റ്റഡ് പാസ് കൊടുക്കുമ്പോൾ അല്ലെ ലോഫ്റ്റഡ് പാസ്സോ കൊടുക്കുമല്ലോ, ആ സമയത്ത് ഫസ്റ്റ് ടച്ച് എടുക്കുന്നത് ചിലപ്പോൾ ഹെഡ് കുത്തി പുറത്ത് കളയാനാണ് പതിവ്. പക്ഷേ ഈ അപ്ഡേറ്റിന് ശേഷം എന്താ ഹെഡ് കുത്തും, വോളി അടിക്കും, ഫസ്റ്റ് ടൈം അടിക്കും. ആ രീതിക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് പുതിയ കുറച്ച് മോഷൻസ് ആണ് പ്ലേയേഴ്സിൻ്റെ. അത് ഗെയിം പ്ലേയിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അവരുടെ. അപ്പോൾ ഗെയിം പ്ലേ ഫീച്ചറാണിത്. രണ്ടാമത്തെ കാറ്റഗറി ഇങ്ങനെ ഡിഫൻഡേഴ്സ് മൂവ്മെൻറ്റ് എടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അവർ നോക്കി കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ്. ഈ ഗെയിം പ്ലേ ഭയങ്കരമായിട്ട് റിയലിസ്റ്റിക് ആക്കാൻ നോക്കിയിട്ടുണ്ട് അവർ. അപ്പം ഈ ഡിഫൻഡേഴ്സൊക്കെ ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് മൂവ് ചെയ്യുക. അപ്പം ഇങ്ങനെ അറ്റാക്കേഴ്സിന് കുറച്ച് എനിക്ക് തോന്നുന്നു അഡ്വാൻറ്റേജ് കിട്ടും ഇങ്ങനെ ഓടി കയറുമ്പോൾ. കാരണം അവരുടെ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുണ്ട്, റിയൽ ലൈഫ് കാണബിൾ ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കിക്ക് മോഷൻസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പ്ലേയേഴ്സ് യൂണീക്ക് ആണല്ലോ, ആ രീതിക്കുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ചിലപ്പം കണ്ടുകൊണ്ടിരുന്ന ഒരു ഗെയിം ടൈപ്പ് സാധനമായിരിക്കും, പക്ഷേ ഇത് കുറച്ച് റിയൽ വേൾഡ് ആയിട്ട് കണക്ഷൻ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം മൊബൈലും PC-യിലും മാറി ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും കർവ് അടിക്കുന്നതാണെങ്കിലും ഇപ്പോൾ ക്രോസ് ചെയ്യുന്നതൊക്കെ ഒരു സ്പെസിഫിക് പ്ലേയേഴ്സിന് ഓരോ മോഷനാണല്ലോ, അതൊക്കെ അവർ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അടുത്ത അപ്ഡേറ്റ് ഒന്ന് ഗെയിം പ്ലേയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഭയങ്കര രസമുണ്ട് കാണാൻ, കുറച്ച് റിയലിസ്റ്റിക് ആണ് ബോൾ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ എനിക്കറിയില്ല എത്രത്തോളം നമുക്ക് ഇത് കാണാൻ പറ്റുന്നു. പിന്നെ ഗോൾ കീപ്പേഴ്സിൻ്റെ കാര്യമാണ്. ഗോൾ കീപ്പേഴ്സിന് എനിക്കൊന്ന് നല്ല ബഫ് കൊടുത്തിട്ടുണ്ട്, നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും അടുത്ത പ്രാവശ്യം തോന്നുന്നു. കാരണം ഇങ്ങനെ കാല് സ്പ്രെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതായിക്കോട്ടെ, ബോൾ ക്യാച്ചിങ് ആയിക്കോട്ടെ, ഡൈവ് ചെയ്യുന്നതായിക്കോട്ടെ, ഇതിലൊക്കെ മോഷൻസ് കുറച്ചുകൂടെ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇവരെ കുറച്ചുകൂടെ അടിപൊളിയാക്കാനാണ് സാധ്യത. ഗോൾ കീപ്പേഴ്സിൻ്റെ പവറൊക്കെ ഒന്നാമത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പ്ലെയർ അല്ല അവർ. അപ്പോൾ ഇവരെന്നെ അടിപൊളിയാക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി വരാൻ പോണ കാര്യങ്ങളാണ് ക്യാമ്പയിൻസാണ് പറയാനുള്ളത്. ക്യാമ്പയിൻസ് എന്തൊക്കെ വരുന്നു. ഒരു ക്യാമ്പയിൻസിൽ പറയുന്നതിന് മുമ്പ് തുടങ്ങിയത് ഇങ്ങനെ പാർട്ട്നേഴ്സിനെ കാണിച്ചിട്ടാണ്. ബാർസലോണ, നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആർസനൽ, ഇൻ്റർ, AC മിലാൻ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നമ്മളെ മെയിൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കാണിച്ചു പോകുന്നതായിരുന്നു. എനിക്കൊന്നും ഗെയിം പ്ലേ ഭയങ്കര റിയലിസ്റ്റിക് ആക്കുന്നുണ്ട് അവർ. കളിച്ച് നോക്കിയാൽ അറിയാം, മോഡേൺ ഫുട്ബോളിലായിട്ട് ഭയങ്കര അടുത്തുള്ള സാധനമാണ്. ഓവർലോഡ് ആ ഒരു പ്ലേയിങ് സ്റ്റൈലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടീംസിനാണ് അവർ ഇൻട്രൊഡ്യൂസ് ആക്കിയിട്ടുള്ളത്. ട്രാബൻസ്പോറോ ഒരു ചിലപ്പോഴുള്ള ടീമാണെന്ന് തോന്നുന്നു, അവരൊക്കെ കാണിച്ചിട്ടുണ്ട്. ഫ്ലെമിംഗോ, ഇതൊക്കെ കഴിഞ്ഞെല്ലാം വന്ന ടീംസ് ആട്ടോ. പാൽമിരാസ്, അവിടെ സാപ്പോളോ, കൊറിന്ത്യൻസ്, നെയ്മറുള്ള സാൻഡോസ്. ഇപ്പോൾ നെയ്മറൊക്കെ തോന്നുന്നു മെയിനായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒഴിവാക്കി. യമാലും മെസ്സിൻ്റെ ഉള്ളൂ ഇപ്പോൾ മെയിനായിട്ട്. പിന്നെ അവർ കാണിച്ചാണ് ഈ ഒരു നമ്മുടെ ഐക്കൺ ഇങ്ങനെ ആയി കേട്ടോ വരുമ്പോൾ. പിന്നെ അവർ പറഞ്ഞ കാര്യമാണ് ഇത് നമ്മുടെ ഇവർ കപ്പടിച്ചല്ലോ, ഇവർ 3 പേര് ടൈറ്റിൽ കണ്ടൻറ്റേഴ്സാണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ ബാർസലോണ, ആർസനലും ഇൻ്റർ മിലാനും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ക്യാമ്പയിൻ ഉണ്ട്. അതിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് നോക്കുകയാണെങ്കിൽ ക്യാമ്പയിൻ ഹബിൽ നമുക്ക് ഫ്രീ ഓവർലോഡ് പ്ലേയിങ് സ്റ്റൈൽ വെച്ചിട്ടുള്ള ഫ്രാങ്ക് ലംബാർഡിൻ്റെ ഡബിൾ ബൂസ്റ്റർ മാനേജർ വരുന്നുണ്ട്. ലിങ്കപ്പ് ഉണ്ടാവാറില്ല, ബട്ട് ഓവർലോഡ് പ്ലേയിങ് സ്റ്റൈലാണ് വരുന്നത്. അതുപോലെ നമുക്ക് 5 ഹൈലൈറ്റ് കാർഡ്സിനെ സൈൻ ചെയ്യാം. കൂടാതെ കോയിൻസ്, ടോക്കന്, എന്താ പറയുക, പൊസിഷൻ ആണെങ്കിലും നമ്മുടെ സ്കിൽ ടോക്കൻ അടക്കാണ് കാണുന്നുണ്ട്. കോയിൻസൊക്കെ കുറച്ച് കിട്ടിയാൽ മതിയായിരുന്നു, എന്നാലും അങ്ങനൊരു ക്യാമ്പയിൻ അവർ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് അവർ പറഞ്ഞത് എന്താണ് ഓവർലോഡ് എന്നുള്ളതാണ്. അത് 4 പ്ലെയർ മൂവ്മെൻറ്റ്സ് വഴിയാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത്. അറ്റാക്കിങ് നമ്മുടെ പ്ലേയേഴ്സൊക്കെ ഷോർട്ട് പാസ് കളിച്ച് മുന്നോട്ട് ബിൽഡപ്പ് ചെയ്യാനുള്ള രീതിക്കായിരിക്കും മൂവ്മെൻറ്റ് ചെയ്യുക.
മോർ ലൈക്ക് ഒരു സോണൽ മൂവ്മെൻ്റ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. ബോൾ എവിടെയാണോ ഉള്ളത് അവിടെ കുറേ പ്ലേയേഴ്സ് നമ്മുടെ ഉണ്ടാവുക, അവിടെ ഷോർട്ട് പാസ് കളിച്ചിട്ട് ബിൽഡപ്പ് ചെയ്യാനുള്ള രീതിക്കാണ്. ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രഷറായിരിക്കും, എന്താ പറയുക, മൾട്ടിപ്പിൾ പ്രഷറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം മോഡേൺ ഫുട്ബോളായിട്ട് കുറേ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. പൊസിഷൻ ഗെയിം പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ആയിരിക്കും ഡിഫെൻഡ് ചെയ്യുമ്പോഴുള്ള. ഗെയിനിങ് പൊസിഷൻ, ആഫ്റ്റർ ഗെയിനിങ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ഷോർട്ട് പാസ് കളിക്കാനുള്ള രീതിക്കുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഉണ്ടാവുക. ലോസ് പൊസിഷൻ എന്ന് പറയുമ്പം മൾട്ടിപ്പിൾ പ്ലെയേഴ്സ് അഗ്രസീവ് പ്രസ്സിങ്ങിലൂടെ ബോൾ റീഗെയിൻ ചെയ്യാനാണ് നോക്കുക. അപ്പോൾ ഈ രീതിക്കുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഓവർലോഡ് പ്ലേയിങ് സ്റ്റൈലുള്ളത്. കളിപ്പിച്ച് നോക്കാം. പിന്നെ ഉള്ളേക്ക് താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു ഇത്. ഒബാമയങ്ങിനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഓൾറെഡി നല്ലൊരു പെയ്ഡ് കാർഡ് ഉണ്ട്. അപ്പം ബാർസലോണ വേർഷൻ ഒബാമയങ്ങിനെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഫേസ് റിവാർഡ് ഒബാമയങ് ഓൾറെഡി കഴിഞ്ഞെല്ലാം കൊടുത്തു. ഇപ്പോൾ വയസ്സൻ ഒബാമയങ്ങിനെ എൻ്റെ കൂടെ ഇപ്പോൾ ബാർസലോണ കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ എൻജോയ് ചെയ്യുക കളി കിട്ടുന്നവർക്ക്. പിന്നെ ഒരു പാക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് 14 അതായത് വെള്ളിയാഴ്ച ആണ് അവൈലബിൾ ആവുക. ഡിയേഗോ കോസ്റ്റ ഗരിക്കയിലും ആദ്യമായിട്ട് ഗെയിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ആവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ലെജൻസിന് അല്ലെങ്കിൽ പ്ലേയേഴ്സിന് എപ്പിക്കിൻ്റെ ഡിസൈൻ ഇതാണ്. നമുക്ക് അഗ്വേറിൻ്റെ സെയിം ഡിസൈനാണ്. പിന്നെ അല്ലാത്തവർക്ക് മെട്രിക്സോ എന്താ സൈബർ പങ്കോ അങ്ങനത്തെ എന്തോ സാധനമാണ് ഇവർക്ക് കൊടുത്ത് ഹസാർഡിനും ഒബാമയങ്ങിനൊക്കെ. നോർമൽ എപ്പിക്സ് ആ രീതിക്കേക്ക് ഉണ്ടാവുക. അപ്പോൾ ഹസാർഡ് 3 സ്കില്ലൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. മൊമെൻ്റം ട്രിബിളിങ്ങും ലോ സ്ക്രീമറും ആക്സലേഷൻ ബസ്റ്റൊക്കെ വെച്ചിട്ട് ഫ്ലോമൽ ഫിനിഷിങ്ങും അതുപോലെ ഗോളജഡറുമാണ് നമ്മുടെ ഡിയേഗോ കോസ്റ്റ. ഫോക്സ് ഇൻ ദ ബോക്സ് ആക്കി മിക്കവാറും. പിന്നെ ഉള്ളത് ഗാരിക്കായിലാണ്. പുള്ളീനെ കുറിച്ച് അധികം അറിയില്ല, ഞങ്ങൾക്ക് അത്ര കളിയൊന്നും കണ്ടിട്ടില്ല. എരിൽ ഫോർട്ടും ലോങ് റിച്ച് ടാക്കിളൊക്കെ വെച്ച് വീഴുന്നുണ്ട്. ബിൽഡപ്പ് ആവാനാണ് ലുക്കൊക്കെ കണ്ട് തോന്നിയിരിക്കും. എനിക്ക് അറിയില്ല കേട്ടോ, എന്തായാലും വരട്ടെ. അപ്പോൾ ആ രീതിക്കാണ് വരുന്നത്. ഡിയേഗോ കോസ്റ്റയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഒരു പുതിയ തരം ഒരു ബൂസ്റ്ററാണ്, എഡ്ജ് ബൂസ്റ്ററാണ് കേട്ടോ. ഇതിലൊരു ലൈറ്റ് മഞ്ഞ ഫ്ലോറസൻ്റ് മഞ്ഞ എന്താ പറയുന്നത് ആ ഒരു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റാറ്റ്സ്, ഇപ്പോൾ ചിലപ്പം പറയുകയാണ് ഫിനിഷിങ് മാത്രം ചിലപ്പം +6 അങ്ങനെയൊക്കെ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടോ, അത് സ്പെസിഫിക് ഒരു സ്റ്റാറ്റ്സ് ആയിട്ട് മാത്രം ഈ ഒരു ബൂസ്റ്റർ കൊണ്ട് ഇൻക്രീസ് ആവുക ചെയ്യുക. നമുക്ക് സാധാരണ ഒരു ബൂസ്റ്റർ ചെയ്യുമ്പോൾ +1 വെച്ചിട്ട് ഒഫൻസീവ്നെസ് മറ്റേ ഫിനിഷിങ് അങ്ങനെ വെച്ച് ഇങ്ങനെ കൂടല്ലോ. ഇത് സ്പെസിഫിക് ഒരു സ്റ്റാറ്റ്സ് മാത്രമായിട്ട് ഇൻക്രീസ് ആവുള്ളൂ. അപ്പോൾ പിന്നുള്ളത് ആൻറ്റോണിയോ കോണ്ടിൻ്റെ ഒരു 2016-2017 വെർഷൻ ഉണ്ട്. ലിങ്ക് പ്ലേ 2 ഉണ്ട്. ഓവർ ദ പാസ് C 1-2 കട്ടിങ് ബിയും 2 ഹൈലൈറ്റ് പ്ലേയേഴ്സും ഉള്ളിൻ്റെ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ പെൻസിൽ അറിയില്ല കേട്ടോ, ബട്ട് ഒരു മാനേജർ അവർ ഈടാക്കുന്നുണ്ട്. മിക്കവാറും 750 കോയിൻസോ അല്ലെങ്കിൽ അതിൽ കൂടാനും ചാൻസ് ഉണ്ട്, കാരണം ഡബിൾ ലിങ്കപ്പ് ആണല്ലോ. അടുത്ത് വരുന്നത് നമ്മുടെ പാക്സ് ആണ്. ഇത് നമ്മുടെ ഇതാണ് അംബാസഡർ പാക്സ് ആണ്. അപ്പം ഡീലക്സും ഉണ്ട്, അല്ലാത്ത നോർമൽ സാധനം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് മെസ്സി കോമൺ ആയിരിക്കും. 450 പർച്ചേസ് കോയിൻസാണ് ഡീലക്സ് കിട്ടുന്നത്. എനിക്കൊന്ന് നമുക്ക് റിട്ടേൺ പോലെ ഇങ്ങനെ കിട്ടുമായിരിക്കും. കോയിൻസ് കൊടുത്തതിൽ കുറച്ച് കോയിൻസ് തിരിച്ച് ആ രീതിക്ക് ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ച് മോനുമെൻറ്റ്സും പോസ്റ്റേഴ്സും ബാനേഴ്സും ഒക്കെ ഉണ്ട്. ഡീലക്സ് എടുക്കുമ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടെ കോയിൻസ് എക്സ്ട്രാ കിട്ടുന്നുണ്ട് റിട്ടേൺ ആയിട്ട്. പിന്നെ ബാനറൊക്കെ ഉണ്ട്. ട്രെയിൻ പ്രോഗ്രാംസ് 22 എണ്ണം ഒരു കിറ്റൊക്കെ എക്സ്ട്രാ ഉണ്ട് ഡീലക്സിൽ. മറ്റിൽ അത്രയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് കൊനാമിൻ്റെ വക. കണക്റ്റ് 813 എന്ന് പറഞ്ഞ ഒരു കോഡ് നമ്മുടെ കഴിഞ്ഞ CF കണക്റ്റ് അടിച്ച് നമുക്ക് ഒരു ഫ്രീ സ്പിൻ കിട്ടില്ല, അതുപോലെ കിട്ടുന്നതായിരിക്കും. അത് കളക്ട് ചെയ്യാം. പിന്നെ അവർ 3 ന്യൂസ് EF കണക്റ്റ് ഇവൻറ്റ് എൻട്രി ചെയ്യുന്നതിന് മുന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ പറയുന്നത് സ്മാർട്ട് അസിസ്റ്റ് മാച്ച് മേക്കിംഗ് ആണ്. അപ്പോൾ അവരെ അനലൈസ് ചെയ്ത ഡാറ്റയിൽ കൂടെ അവർക്ക് മനസ്സിലായത് പറഞ്ഞാൽ സ്മാർട്ട് അസിസ്റ്റ് ഓണും ഓഫും കളിക്കുന്ന ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ മാച്ച് മേക്കിംഗ് എനേബിൾ ചെയ്താൽ മതി എന്ന രീതിക്കാണ് അവർക്ക് മനസ്സിലായത്. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് അവർ പറയുന്നത്. രണ്ടാമെന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ കോയിൻ ഓഫറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 2500 ഒരു ബോണസ് കോയിൻസ് ഉണ്ട്. ഇത് 1 ടൈം പർച്ചേസ് ആണ്, ഒറ്റ പ്രാവശ്യം കിട്ടുള്ള ഓഫർ. അത് പർച്ചേസ് ചെയ്യാൻ പൈസ ഉള്ളവർ, അല്ലാത്തവർ അടയ്ക്ക് പോകുന്നതും വേണ്ട, ഫ്രീ കോയിൻസിൻ്റെ ക്ലെയിം ചെയ്യാത്രേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഈ ഫുട്ബോൾ കണക്റ്റ് ഇവൻറ്റിൻ്റെ ഒരു ഒപ്പീനിയൻ സർവേ ആണ്. അവർക്ക് എന്തെങ്കിലും സർവേ ഫീഡ്ബാക്ക് കൊടുക്കാമെന്നുള്ള രീതിക്കാണ് അവരെല്ലായിടത്തും ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ട്. ആൾക്കാർ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കുക ഗൈസ്. അപ്പോൾ അതാണ് അവർ എൻഡ് ചെയ്തിട്ടുള്ളത് ഈ മൂന്നാമത്തെ ന്യൂസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത്ര തന്നെയാണ് EF കണക്റ്റിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഇവൻറ്റ് അടുത്ത വെർഷൻ ഓഫ് ഗെയിം പ്ലേ വരുമ്പോൾ ഉള്ള ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്, അതുപോലെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവർ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ, ഇത് ഫീച്ചേഴ്സ് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. അതുപോലെ ഞാൻ മാസ്റ്റേഴ്സ് ലീഗൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ വൃത്തിക്കുള്ള, പക്ഷേ അതൊന്നും അവർ പറഞ്ഞിട്ടില്ല. മേ ബി ഫ്യൂച്ചർ അപ്ഡേറ്റ്സിലൊക്കെ വരികയായിരിക്കും. പുതിയ കാർഡ് ഡിസൈൻസൊക്കെ അടിപൊളിയാണ്. കുറച്ച് ഫ്രീ എപ്പിക്സൊക്കെ തരുന്നുണ്ട്, നല്ല കാര്യം. അപ്പോൾ എന്താണ് നിങ്ങളുടെ കറക്റ്റ് എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയാലിറ്റി ഡിഫറെൻ്റ് ആണെന്നൊക്കെ പറയാം.
ഞാൻ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാട്ടോ പറഞ്ഞത്. എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തെറ്റൊക്കെ ഉണ്ടാവും, തെറ്റിൻ്റെ തിരുത്തി തരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഗൈസ്. സോ ഗൈസ് ബൈ.